ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തിങ്കളാഴ്ച ദിവസവും ചൊവ്വാഴ്ചത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ വീഡിയോസുകളാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ ഒറ്റ ദിവസം വീഡിയോ എടുത്തിട്ട് ഇടാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ പറ്റണ പോലെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് വന്നിട്ട് തിങ്കളാഴ്ച ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ അപ്പോൾ അതുപോലെ തന്നെ എണീറ്റതും അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ കേൾക്കാറുണ്ട്, ചോറിനുള്ള വെള്ളം തിളച്ചിട്ട് നമ്മൾ അരി ഇട്ടാൽ നമ്മുടെ അമ്മമാരുടെ ആയുസ് കുറയുമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമ്മളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കില്ല അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതറിഞ്ഞ ശേഷം ഞാൻ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരി ഇടാറില്ല കേട്ടോ. അതാണിപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഒരു പാത്രത്തിൽ കുറച്ചും കൂടെ പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാ. അപ്പോൾ പിന്നെ നമ്മുടെ വെള്ളം തിളയ്ക്കൽ നിൽക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി പച്ചവെള്ളം ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തിളയ്ക്കണ വെള്ളം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ അരി ഇടാനുള്ള ശ്രമമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാനിതാ രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കണ മുമ്പ് തന്നെ തക്കാളി ചമ്മന്തിക്കുള്ളതൊക്കെ വഴറ്റി വെച്ചു. അതിന് ശേഷം വെള്ളം പിടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ നമുക്ക് എന്താ പറയുക, സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ പിള്ളേർ പിടിക്കും, വെള്ളം പിടിക്കും, അല്ലെങ്കിൽ ഏട്ടനാണ് പിടിക്കാറുള്ളത്. അപ്പോൾ ഏട്ടൻ ഇന്നിപ്പോൾ രാവിലെ എണീറ്റ പാടെ ഒരു 5:45 ആകുമ്പോൾ തന്നെ ആൾ വണ്ടി കൊടുത്തിട്ട് പാടത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പാടത്ത് പോയിട്ട് വരാം. ഇന്നലെ മഴയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. തലേദിവസം നല്ല ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടിപൊട്ടിയത് കൊണ്ട് കൂണുണ്ടാകുമോ എന്നൊരു ഡൗട്ട് കൊണ്ട് ഏട്ടൻ രാവിലെ തന്നെ ഒന്ന് പാടത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിതാ ഏട്ടൻ്റെ പണികളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം മോട്ടർ ഇട്ടിട്ട് വെള്ളമൊക്കെ നിറച്ച് എടുക്കുകയാണ് കേട്ടോ. ടാങ്കിലും നമ്മുടെ ബാത്റൂമിലും നല്ല വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് വേണം നമുക്ക് പെരുമാറാനുള്ള വെള്ളമൊക്കെ വേണമല്ലോ. അപ്പോൾ എല്ലാം പിടിച്ച് വെച്ചാലേ നടക്കുകയുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൈപ്പ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ജോലി തന്നെയാണ് കേട്ടോ. അതിപ്പോൾ എപ്പോൾ ചെയ്യുകയാണെങ്കിലും ഒരാൾക്ക് മെനക്കെട്ട പണി തന്നെയാണ് പൈപ്പ് വലിച്ചിട്ട് നടക്കലും അത് വെള്ളം പിടിച്ച് വെക്കലൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഞാനിതാ വെള്ളമൊക്കെ പിടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതായിട്ട് നമ്മൾ കൊണ്ടുപോയ സഞ്ചിക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ കൂണ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ഇടിക്ക് നന്നായിട്ട് കൂണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാനങ്ങനെ വിശ്വസിച്ചൊന്നുമില്ല. ഇതിപ്പോൾ കൂണൊന്നും കിട്ടാനൊന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇരുന്നത്. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ കൂണുണ്ടാ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെയാണ് വരാറുള്ളത് പതിവ്. പക്ഷെ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കൂണ് കിട്ടുന്നു. അപ്പം ഞാനിങ്ങനെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ വന്നതും പോയൊന്നുമില്ല ഏട്ടൻ നോക്കാനായിട്ട്. അപ്പോൾ ഏട്ടൻ വേഗം തന്നെ വന്നതാണ്. ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മുട്ടല്ല കേട്ടോ, അത് വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഉണ്ടായതാണെന്ന് തോന്നുന്നു. അങ്ങനെ പാടത്ത് പോയി കൂണൊക്കെ കിട്ടിയപ്പോൾ അതും കൊണ്ടുവന്നു. പിന്നെ ഒരു കടച്ചക്ക ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കൊണ്ടുവന്നിട്ട്. അതിപ്പോൾ എന്താ പറയുക, ഒത്തിരി ഒരു വാടിയതുപോലെ ഉണ്ട് കടച്ചക്ക. നല്ലതാണ് ഈ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് ഈ കൂണ് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോണ നേരത്തെ ഈ കൂണ് കിട്ടിയത് കൊണ്ട് തന്നെ മീൻ നേരെയാക്കണ പോലെ തന്നെ ഇരുന്ന് വൃത്തിയാക്കി തന്നെ എടുക്കണം അല്ലേ. സമയം കിട്ടുമോ എന്തോന്നറിയില്ല. എന്തായാലും ഞാനിതാ കൂണ് കിട്ടിയത് നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ദിവസത്തെ ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല, കൂണ് കറി വെച്ചിട്ട് തന്നെ കാര്യം. കാരണം ഇത് അപൂർവമായിട്ട് കിട്ടുന്ന സാധനമാണല്ലോ നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ നിന്ന്. വല്ലപ്പോഴൊക്കെ കിട്ടുന്നതാണ്, വളരെ നല്ലൊരു സാധനവുമാണ്. അപ്പോൾ ഞാനിതുപോലെയാണ് കേട്ടോ കൂണ് വൃത്തിയാക്കണത്. കൂണ് വല്ലപ്പോഴേ കിട്ടുകയുള്ളെങ്കിൽ ഈ ഒരു രീതിക്കാണ് കൂണ് നന്നാക്കണത് കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ എന്താ പറയുക, മേലെയൊക്കെ ഒരു ചെറിയ കറുപ്പ് കളറിലൊരു പാട പോലെ ഉണ്ടാവും. അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ആ പാട വേറെ, നമ്മൾ നല്ല കൂണ് വേറെ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ കാല് നമ്മൾ ഇത് പെരുങ്കാല് കൂണെന്ന് അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയണത് ഇതിന്. വലിയ കൂണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും ഉണ്ടാവുന്നത് ഈ കൂണല്ല. നമ്മുടെ പിന്നാലെ
വീടിൻ്റെ പുറകിൽ കൂണ് ഉണ്ടാവാറുണ്ട്. അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൊടയായിട്ടുള്ള കൂണാണ്, അരിക്കൂണ് എന്ന് പറഞ്ഞ് പറയാം. അതിന് നല്ല ടേസ്റ്റാണ്. ഇതും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെയാണ്. കൂണുകൾ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കൂണുകൾക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂണുകൾ എപ്പോഴും വലിക്കുമ്പോൾ ശ്രദ്ധയോടെ വലിക്കണം. കൂണുകൾ പലതരത്തിലുള്ള കൂണുകളുണ്ട്, വിഷക്കൂനും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കൂണുകൾ അറിയുകയാണെങ്കിൽ മാത്രമേ വലിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മളതിൽ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് വയറിളക്കവും ഛർദിയും പറഞ്ഞ പോലെ നല്ല കൂണ് കഴിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വേറെ വല്ല വിഷത്തിൻ്റെ കൂണാണെങ്കിൽ പണി കിട്ടി കളയും. അപ്പം അതുകൊണ്ട് ചോദിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെ വലിക്കുക. അപ്പോൾ ഇത് ഏട്ടനെ പിന്നെ അറിയണത് കൊണ്ട് അങ്ങനെ ഏട്ടൻ കുറച്ച് കൂണൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ ഉണ്ടായിട്ടുണ്ട്. ആൾ കുറച്ചേ വലിച്ചുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൾ കുറച്ചേ വലിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഒന്നാമത് മുട്ടല്ലല്ലോ, ഇത്തിരി വിരിഞ്ഞ കൂണാണ്. എന്നാലും ഏകദേശം നന്നാക്കി കഴിയുമ്പോൾ തന്നെ 1 കിലോൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ആ കൂണ്. എനിക്ക് ഇത്തവണയാണ് നല്ല ആശ തീരെ കൂണ് കറി കഴിക്കാനായിട്ട് പറ്റിയത്. എപ്പോൾ കൊണ്ടുവരുമ്പോഴും കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ ആഗ്രഹം, കൂണ് കഴിക്കാനുള്ള ആഗ്രഹം എപ്പോഴും എന്താ പറയുക, നല്ല ഇഷ്ടമാണല്ലോ. അതിപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുന്ന അപൂർവ സാധനം ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ കിട്ടാത്തത് മുട്ടയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കൂണൊക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി നല്ല പിഴിഞ്ഞിട്ട് നമ്മളിതാ മുറത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൂണ് കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഞാനിതാ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കൂണ് കറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മൾ ഈ കൂണ് കറി മസാല കറി അല്ലാതെ അങ്ങോട്ട് വെച്ചാലും നന്നായിട്ടുണ്ടാവും കേട്ടോ. വെറുതെ ഉപ്പും മുളകും മഞ്ഞൾ മാത്രം ഇട്ട് വേവിച്ച് ചെറിയുള്ളി ഇട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കണ പോലെ അങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കണത്. അപ്പോൾ എന്തായാലും ഇതാ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇത്തിരി കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കണോ വേണ്ടയോ എന്നൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ എനിക്കറിയണ പോലെ അറിയുന്ന രീതിക്കൊക്കെയാണ് കേട്ടോ കൂണ് കറി വെക്കുന്നത്. പിന്നെ വലിയൊരു പിടിയോളം നമ്മൾ ചതച്ചെടുത്ത ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ചെറിയൊരു സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത് നല്ലത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നമ്മുടെ ഗരം മസാലപ്പൊടി അതുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വേറെ ചിക്കൻ മസാല അതൊന്നും ഇടില്ല, നമ്മൾ ഉണ്ടാക്കിയ മസാലപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇത്തിരി കുറവായിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നത്. കാരണം അവസാനമായിട്ട് ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട്, കുരുമുളക് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എരിവൊക്കെ നോക്കിയും കണ്ടിട്ടാൽ മതി. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വാരി നല്ല പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ കൂന്. വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിന് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ കൂണ് ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ വെന്ത് വരുമ്പോൾ കുറച്ച് കുറയുമല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ കൂണ് കറിയൊക്കെ അടുപ്പത്ത് സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേക്ക് ഇതാ ചിട്ടിക്കുട്ടി പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ മുടി കെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചിട്ടിനെ മുടിയൊക്കെ കെട്ടി വിട്ടിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ കൂണ് കറിയൊക്കെ അടുപ്പത്താക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ട് ഞാൻ ഈ ഒരു പണിക്കൊക്കെ നിൽക്കുന്നത്. കൂണ് കറിയിൽ കുറച്ച് വെള്ളം അധികമായി. വെള്ളം ഒരുപാടൊന്നും ഒഴിക്കാൻ പാടില്ല. ഞാനാണെങ്കിൽ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു. കൂണ് നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഫുഡ് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വരും കൂണ് വെന്തില്ലെങ്കിൽ. അതുകൊണ്ട് ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അധികമായിട്ടാണ്. എന്നാലും വെള്ളം അധികമായാലും ഞാനതിനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ അവസാനം കുരുമുളക് ചതച്ചതും കുറച്ചുകൂടെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ ഞാൻ കൂണ് കറി കഴിക്കണതൊന്നും കാണിക്കാൻ പറ്റിയില്ല, അതിന് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് സമയം 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാനിതാ ജോലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടനെ വർക്കിനെ പതുക്കെ പോയാൽ മതി, എന്നെ കൊണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. രാവിലെ ഈ കൂടിൽ നിന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, ബസ് കിട്ടിയില്ല കേട്ടോ. മിക്കവാറും കിട്ടില്ല. ഇന്നിപ്പോൾ അരമണിക്കൂറോളം നമ്മൾ കൂട് വൃത്തിയാക്കാനായിട്ട് ഇരുന്നത് കൊണ്ട് ബസ് കിട്ടുന്നുമില്ല. അപ്പോൾ എന്തായാലും ഏട്ടൻ എന്നെ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ വർക്കിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ അങ്ങനെ ഒപ്പം എന്നെ കൂട്ടിയിട്ട് വരുന്നത് കേട്ടോ.
വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല, കൂണ് കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ മതി, എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ. നമുക്കതിൻ്റെ കൂടെ ചോറും ചപ്പാത്തിയോ അല്ലെങ്കിൽ പലഹാരമോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ രാവിലെ കൂണ് കറിയും ഇഡലിയും ചമ്മന്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്കിലും അത് തന്നെയാണ് എടുത്തിട്ട് വന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ കമ്പനിയിൽ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ തന്നെ മീൻ ഉണ്ടാവും കേട്ടോ. മീൻ നമ്മളെപ്പോഴും കാണാറുണ്ട്, മീൻ വിൽക്കാൻ വെക്കുന്നത് മത്തി, അയില അങ്ങനെയൊക്കെ. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഫ്രഷായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട് മടിച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ബാഗിൽ കൊണ്ടുപോകണല്ലോ, ബസ്സിലായതുകൊണ്ട് തന്നെ മീൻ വാങ്ങിച്ചിട്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവർ കവറിലൊക്കെ ആക്കി നല്ല സെറ്റാക്കി തരാമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ 1/2 കിലോ മത്തിയും 1/2 കിലോ അയിലയും വാങ്ങിച്ചിട്ട് വന്ന് വൈകുന്നേരം തന്നെ വൃത്തിയാക്കി ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചു. കുറച്ച് കറി വെക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ മീനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ കൂണ് കറി വെച്ചതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ. അപ്പോൾ കൂണും കറിയും അല്ലെങ്കിൽ മീനും ഇറച്ചി അങ്ങനെ ഒപ്പം കഴിക്കാൻ പാടില്ല എന്നൊരു ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കൂണിൻ്റെ ഒപ്പം നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ മീനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ രാവിലെ നമുക്ക് മീൻ കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ തലേദിവസം. അപ്പോൾ എന്തായാലും വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് ചോറ് കുറവായതുകൊണ്ട് തന്നെ രാവിലെ ഇഡ്ഡലി എടുത്തു. പിന്നെ ഇത്തിരി ചോറുണ്ടായിരുന്നു, പിന്നെ മുട്ടക്കോസ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ബാക്കിയുള്ള കുറച്ച് കൂണ് കറിയൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇത് വന്നിട്ട് ചൊവ്വാഴ്ച ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് ഇനി കുറച്ചുള്ളത് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ മീനൊക്കെ നന്നാക്കി വെച്ചത് കൊണ്ട് തന്നെ രാവിലെ ചോറ് വെക്കണം, മീൻ കറി വെക്കണം, മീൻ വറുക്കണം, അങ്ങനെയുള്ള പണികളൊക്കെയാണ്. അപ്പോൾ കൂട്ടാൻ വെക്കാനായിട്ട് പച്ചക്കറി അരിയണം, അങ്ങനെയുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് ഇപ്പോൾ അതുപോലെ ചോറൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ മീൻ വറുക്കാനായിട്ട് വെക്കുകയാണ്. രാവിലെ ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് ഇന്നിപ്പോൾ സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കി. അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ അധികം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും എടുത്തില്ല. പിന്നെ എന്തായാലും മീനൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ച്. എങ്ങനെയെങ്കിലും നമ്മൾ എടുത്ത വീഡിയോസിൻ്റെ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമല്ലോ അല്ലേ, എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്നതും വറുക്കുന്നതും ഒക്കെ മാത്രം എടുത്തത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കുന്നവർ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തും അല്ലേ. അപ്പോൾ ചിലരിങ്ങനെ വിചാരിക്കേണ്ട ഈ മീൻ വറുക്കാനും മീൻ കറി വെക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം, ഇതൊന്നും വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു വ്ളോഗ് ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്ളോഗിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇതിൽ കൂടുതലൊന്നും അങ്ങനെ വലിയ യൂട്യൂബേഴ്സിനെ പോലെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. പറ്റണ പോലെയൊക്കെ തന്നെ നമ്മളിങ്ങനെ വീഡിയോ ഇടണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇടാൻ തന്നെ വല്ലാത്ത പാടുപെടലാണ് ഞാൻ. കണ്ടില്ലേ, 2-3 ദിവസത്തെ വീഡിയോസ് എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ ആഗ്രഹമാണ്, അല്ലെങ്കിൽ 1.5 ദിവസങ്ങൾ വീഡിയോ നല്ല രീതിയിൽ ഇടണമെന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, പറ്റണില്ല കേട്ടോ. ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ ഇടൽ നടക്കണില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് വീഡിയോ ആണെങ്കിലും നമ്മളെന്നും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാണാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്ത് പറ്റി എന്താണെന്നൊക്കെ അന്വേഷിക്കാനും നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ യൂട്യൂബിൽ കൂട്ടുകാരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ നമ്മളെ അന്വേഷിക്കാറുണ്ട് എന്നറിയാം. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ, ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കങ്ങനെ വീഡിയോ ഇടുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും സമയം കിട്ടാത്തത് കൊണ്ട് ഉള്ള സമയത്ത് കിട്ടിയ സമയത്ത് വീഡിയോസ് എടുത്ത് അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ എന്താണെങ്കിലും രാവിലെ ചോറൊക്കെ വെച്ച അടുപ്പത്ത് തന്നെ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മീൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ളൊരു മത്തിക്കറിയാണ് കേട്ടോ, മത്തിപ്പുളിയാണ് വയ്ക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഉച്ചക്കലിക്കും വൈകുന്നേരത്തേക്കും ഒക്കെ ആയല്ലോ.
അപ്പോൾ മത്തി കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 1-2 ദിവസത്തേക്ക് വേറെ ഒന്നും കറികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടാ. അല്ലെങ്കിൽ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കറി ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നീട്ടി മത്തി പുളി വെച്ചാൽ സുഖമായിട്ട് പിള്ളേർക്കും കഴിക്കാം, വൈകുന്നേരം നമുക്ക് വന്നാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തായാലും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് തുണി അലക്കാനും കുളിക്കാനും ഒക്കെ നിൽക്കാനായിട്ട്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ട്, അത് അലക്കണം. ആ ഒരു സമയത്ത് വേഗം തന്നെ പോയിട്ട് മീൻ കറി അടുപ്പത്താക്കി തുണിയൊക്കെ കഴുകിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ റെഡി ആയിട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ മീൻ കറിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട്, പുളിവെള്ളമൊക്കെ തിളച്ചു, മീനൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് കൂടെ ഞാൻ ഇങ്ങനെ എൻ്റെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തുണിയൊക്കെ അലക്കി വെച്ചിട്ട് കുറച്ച് അടുക്കളയിൽ വരും, എന്താ പറയുക, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരേ സമയം പല ജോലികളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.